സമിതിയുടെ പ്രവർത്തനം ആരംഭിച്ചിട്ട് 59 വർഷം ആകാൻ പോകുന്നു എന്ന ആ പ്രഖ്യാപനം അത് ഒന്നുകൂടി ജനങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരു വലിയ മഹാസംഭവം നടക്കാൻ പോവുകയാണ്. ശിവലിംഗ വിഗ്രഹത്തിൽ, ഇതുപോലൊരു ശിവലിംഗ വിഗ്രഹത്തിൽ മീൻകുട്ട വെച്ച് വിറ്റ് ഹൈന്ദവ സമൂഹത്തെ അപമാനിച്ചതിൽ നിന്നും ആണ് നമ്മൾ ഉയർന്നു വന്നത്. അതാണ് അങ്ങാടിപ്പുറം തളീക്ഷേത്ര സമരം. ഒരു ശിവലിംഗ വിഗ്രഹത്തിന് മുകളിൽ മത്തിക്കുട്ട വെച്ച് വിൽക്കുന്ന കാഴ്ചയിൽ നിന്നും കേരള ഗാന്ധി കേളപ്പജിയാണ് നമ്മുടെ സംഘടന ആരംഭിക്കുന്നത്. അത് അനുസൂയം വളർന്ന് ഇന്ന് കേരളത്തിലെ ഏറ്റവും വലിയ ക്ഷേത്ര കേന്ദ്രിതമായ സംഘടനയായി നാം മാറിക്കഴിഞ്ഞു. പക്ഷെ കേരളത്തിൽ നിന്ന് 40,000-ത്തിലധികം ക്ഷേത്രങ്ങൾ ഉള്ളപ്പോൾ അതിന്റെ 10% നാം പ്രവർത്തിക്കുന്നതെങ്കിൽ പോലും അതൊരു വലിയ സംഖ്യയാണ്. കാരണം ഇന്ന് കേരളത്തിലെ മുഴുവൻ ക്ഷേത്രങ്ങൾക്കും ദിശാബോധം നൽകിക്കൊണ്ട്, ക്ഷേത്രങ്ങൾ എന്ന് പറയുമ്പോൾ ക്ഷേത്ര ഭരണസമിതിക്കും ഭക്തജനങ്ങൾക്കും ദിശാബോധം നൽകിക്കൊണ്ട് പ്രവർത്തിക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അതിന് നാം നേതൃത്വം വഹിക്കുന്നു. ഗുരുവായൂർ പോലുള്ള ഒരു പ്രധാന ക്ഷേത്രത്തിൽ അഴിമതി നടത്തിയതിന്റെ അടിസ്ഥാനത്തിൽ മാത്രം കാണിക്ക എണ്ണുമ്പോൾ 18 വർഷക്കാലമായിട്ട് ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ അംഗങ്ങളുടെ മുമ്പിൽ വെച്ച് ഗുരുവായൂർ പോലുള്ള ക്ഷേത്രത്തിൽ കാണിക്ക എണ്ണി അവിടുത്തെ പണം എടുത്തുകൊണ്ട് പോകേണ്ടി വരുന്നു എന്ന് പറയുന്നത് നമ്മുടെ സമിതിയുടെ പ്രവർത്തനത്തിന്റെ ഒരു വിജയമാണ്. വിജയം എന്ന് പറയുമ്പോൾ അത് സനാതന ധർമ്മത്തിന് വേണ്ടി നാം പ്രവർത്തിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ്. അത് ഹൈക്കോടതിയിൽ നിന്നുണ്ടായ ഒരു വിധിയാണ്. അതിന് നാം ശക്തമായ പ്രതിഷേധങ്ങൾ നടത്തിയിട്ടുണ്ട്. കാരണം ഭക്തന്റെ കാണിക്ക അത് അടിച്ചു മാറ്റിക്കൊണ്ടു പോകും, സമ്പത്ത് അടിച്ചു മാറ്റിക്കൊണ്ടു പോകും. ദേവന്റെ സമ്പത്ത് കൊള്ളയടിക്കാനുള്ള ആ ശ്രമത്തിനെതിരെയുള്ള നമ്മുടെ പോരാട്ടത്തിന്റെ വിജയമായിരുന്നു. ആ 18 വർഷമായിട്ട് ഗുരുവായൂർ ഇന്നും കാണിക്കേണ്ടപ്പോൾ ക്ഷേത്ര സംരക്ഷണ സമിതി അംഗങ്ങളുടെ സാന്നിധ്യത്തിലാണ് എണ്ണിയെടുക്കുന്നത്. അതുപോലെ തന്നെ യുവതി പ്രവേശനവുമായി ബന്ധപ്പെട്ട് വന്ന വിഷയത്തിൽ, ശബരിമല യുവതി പ്രവേശന വിഷയത്തിൽ നമ്മളെല്ലാവരും അണിനിരന്നു. നമ്മളെല്ലാം സമരരംഗത്തുണ്ടായിരുന്നു. ഈ ഇരിക്കുന്ന പലർക്കും 5-10 കേസുകൾ ഇന്നും ഉണ്ടെന്ന് എനിക്കറിയാം. ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ അന്നത്തെ ജില്ലാ സെക്രട്ടറി ഞാൻ ആ ശബരിമല കർമ്മസമിതിയുടെ ജനറൽ കൺവീനറായിരുന്നു. ഞാൻ പറയുന്ന അത്തരം കാര്യങ്ങൾക്കെല്ലാം തന്നെ സമിതി നേതൃത്വം വഹിച്ചു. നിലയ്ക്കൽ പ്രക്ഷോഭമാകട്ടെ, അങ്ങനെയുള്ള എല്ലാ പ്രക്ഷോഭങ്ങൾക്കും നമ്മുടെ നേതൃത്വം ഉണ്ടായിരുന്നു. ആറന്മുള സമരമാകട്ടെ, പത്മനാഭസ്വാമി ക്ഷേത്ര സമ്പത്ത് ഭഗവാന്റെ സമ്പത്ത് നിധിയാണെന്ന് പറഞ്ഞത് കൊള്ളയടിക്കാനുള്ള ശ്രമം, അത്തരത്തിലുള്ള വ്യാഖ്യാനങ്ങളൊക്കെ ഉണ്ടായ സമയത്ത് അതിനെതിരെ പോരാടുന്ന കാര്യത്തിൽ സമിതി നിലകൊണ്ടു. ഇന്നവിടെ സുശക്തമായ ഒരു സമിതിയുടെ നിർദ്ദേശാനുസരണം പ്രവർത്തിക്കുന്നു. എല്ലാ കാര്യങ്ങളിലും നാമജപം അത്തരം കാര്യങ്ങളിലൂടെ തന്നെ ശക്തി ആർജിച്ചുകൊണ്ട് നാം പ്രവർത്തിക്കുക. ഇന്ന് കേരളത്തിലെ എല്ലാ പ്രധാനപ്പെട്ട ക്ഷേത്രത്തിലും സമിതിയുണ്ട്. ഇന്ന് ട്രസ്റ്റ് ക്ഷേത്രങ്ങളിലും സമിതിയുണ്ട്. സ്വന്തമായി സമിതിക്ക് ഇതുപോലുള്ള ക്ഷേത്രങ്ങൾ, അങ്ങനെ എല്ലാ വിഭാഗ രീതിയിലുള്ള സ്ഥലങ്ങളിലും സമിതിയുണ്ട്. പക്ഷേ കേരളത്തിൽ എല്ലാ സ്ഥലത്തും ഇനിയും നാം എത്തേണ്ടതായിട്ട് വരും. അതിന്റെ കാരണം വേറൊന്നുമല്ല, ഇന്ന് പോലും ഒരു കുടുംബത്തിനുള്ളിൽ ഇരുന്ന ക്ഷേത്രം നാളെ അത് കുടുംബത്തിൽ നിന്നും അത് പൊതു സമൂഹത്തിന്റെ ക്ഷേത്രമായിട്ട് മാറുന്ന കാഴ്ച അത് നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, ഒരു ഇവിടെ ഇന്ന് പ്രമേയം വായിച്ചു, കടക്കൽ നടന്ന സംഭവം ഒക്കെ നമ്മൾ കണ്ടു. രാഷ്ട്രീയമായി ആ വേദി ഉപയോഗിക്കുന്നു പറയുന്ന സമയത്ത് ദേവസ്വം ബോർഡിന്റെ ഭരണം മാത്രമല്ല, ഡിവൈഎഫ്ഐയുടെ എന്ന് പറയാ അവര് അങ്ങനെയുള്ള പരിപാടികൾ നടത്താനും അതുപോലെ തന്നെ അവരുടെ പാട്ടിനും അങ്ങനെയുള്ള ക്ഷേത്രാധിഷ്ഠിതമായ പരിപാടിക്ക് പകരം കോമാളിത്തം നടത്തുന്ന കേന്ദ്രമാക്കി ക്ഷേത്രത്തെ മാറ്റാനുള്ള ഒരു പരിശ്രമം നടത്തുകയാണ്. അങ്ങനെ ക്ഷേത്രത്തെ മറ്റൊരു വഴിയിലേക്ക്, മറ്റൊരു ദിശയിലേക്ക് നടത്തിക്കൊണ്ടു പോകാനുള്ള ഒരു ശ്രമം ഇന്ന് നടക്കുകയാണ്. ഒരു നാടകം കളിക്കുകയാണ്. ക്ഷേത്ര ഭരണസമിതിയിലേക്ക് കടക്കാൻ വേണ്ടിയിട്ട് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ഭക്തി കൊണ്ടല്ല, നിങ്ങള് ക്ഷേത്ര ഭരണസമിതിയിലേക്ക് കടക്കും. കാര്യം മാധവജി പടുത്തുയർത്തിയ ആ ജ്വാല, ആ ചെറിയ വിളക്കിൽ നിന്ന് മാധവജിയുടെ പരിശ്രമ ഫലമായിട്ട് ക്ഷേത്ര സംരക്ഷണ സമിതിയിലൂടെ ഇന്ന് കേരളത്തിൽ വിപ്ലവാത്മകമായ രീതിയിൽ നിന്ന് ഭക്തജന ഒഴുക്കാണ്. ആ സമയത്ത് ഇവിടെ കുംഭമേളയിൽ 1 കോടി പേര് വരുന്ന സമയത്ത് ഒരു സന്യാസി വര്യൻ മുഖ്യമന്ത്രിയായിരിക്കുന്ന UP-യിൽ 1 കോടി അല്ലെങ്കിൽ അതിനപ്പുറം ആള് വന്നാൽ പോലും അവരെ സ്വീകരിച്ച് അവരെ ദർശനം നടത്തി അവരെ ആ കുംഭമേളയിലെ ആ ത്രിവേണി സംഗമത്തിൽ അവർക്ക് സ്നാനം ചെയ്യാനുള്ള അവസരം ഒരുക്കുമ്പോൾ ഇവിടെ മേഖലാ സെക്രട്ടറിയൊക്കെ കുംഭമേളയിൽ പങ്കെടുക്കണം. അങ്ങനെയുള്ള അവസരം ഒരുക്കുമ്പോൾ 1 കോടി പേര് ഒരു ദിവസം വന്ന കുംഭമേള നടക്കുമ്പോൾ ശബരിമലയിലേക്ക് 1 ലക്ഷം പേര് വരാൻ പാടില്ല എന്നാണ് ദേവസ്വം ബോർഡും മന്ത്രിയൊക്കെ ആവശ്യപ്പെടുന്നത്. ശബരിമല അയ്യന്റെ ഫ്രണ്ടിൽ പോയി കൈകെട്ടി നിൽക്കുന്ന ദേവസ്വം വകുപ്പ് മന്ത്രിയും അത്തരത്തിലുള്ള കോമാളിത്തരം. ഇത് ഹിന്ദു സമൂഹത്തിന് നേരെയുള്ള ഇപ്പോഴത്തെയും വെല്ലുവിളിയായി കണ്ടുകൊണ്ട് ഹിന്ദു സമൂഹത്തെ ക്ഷേത്ര കേന്ദ്രിതമായിട്ട് ശക്തിപ്പെടുത്തുവാനുള്ള ഉത്തരവാദിത്വം നമ്മളിൽ നിക്ഷിപ്തമാണ് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കണം. അതിനാണ്
ഈ വർഷം നടക്കുന്ന ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ സമ്മേളനങ്ങൾ, ഇത് ജില്ലാ സമ്മേളനം, സംസ്ഥാന സമ്മേളനം, ഓരോ സമ്മേളനങ്ങളിലും ഓരോ രീതിയിൽ നമ്മുടെ പ്രവർത്തനവുമായിട്ട് നമ്മൾ കൂടുതൽ ഇറങ്ങിച്ചെല്ലണം, നമ്മുടെ ഈ സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെല്ലണം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, തിരുവനന്തപുരം ജില്ലയിൽ ഇപ്പൊ പത്മനാഭസ്വാമി ക്ഷേത്രത്തിനടുത്താണ് ഞാൻ വന്നത്. ആ ഭാഗത്ത് നിന്നോട്ട് വരുന്ന സമയത്ത് ഈ കിളിമാനിലെത്തുന്ന സമയം വരെ 2 വശങ്ങളിലായിട്ട് 100-ലധികം ക്ഷേത്രങ്ങളുണ്ട്, ചെറുതും വലുതുമായിട്ടുള്ള 100-ലധികം ക്ഷേത്രങ്ങൾ. ഈ സമ്മേളന സമയത്ത് ഇതുപോലെ ഒരു ലെറ്റർ ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ സ്വാഗത സംഘം ഇറക്കിയിട്ടുണ്ട്. ഇത് നമ്മുടെ എല്ലാ പ്രവർത്തകരുടെ കയ്യിലും കിട്ടും. ഈ പ്രവർത്തകർ, ഇവിടെ ഇരിക്കുന്ന ഓരോ പ്രവർത്തകരും താലൂക്ക് ഉപരി പ്രവർത്തകരാണ് ഇവിടെ ഇരിക്കുന്നത്. ഈ താലൂക്ക് ഉപരി പ്രവർത്തകർ ഓരോ പഞ്ചായത്തിന്റെ സംയോജകന്മാരായിട്ടുള്ള ചുമതല ഏറ്റെടുക്കണം. ആ സംയോജകന്മാർ ആ പഞ്ചായത്തിലെ മുഴുവൻ ക്ഷേത്രങ്ങളെ സമ്പർക്കം ചെയ്ത് ക്ഷണിക്കണം. ഇവർക്ക് എല്ലാവർക്കും വരാൻ വേണ്ടിയിട്ട്, എല്ലാവർക്കും പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പരിപാടി നടത്തുന്നുണ്ട്. മറ്റൊരു പ്രതിനിധി സമ്മേളനമാണ്. കേരളത്തിൽ ഇന്ന് ക്ഷേത്ര സംരക്ഷണ 3000-ലധികം ക്ഷേത്രങ്ങളിൽ പ്രവർത്തനമുള്ള സംഘടന എന്നുള്ളതിൽ ഒരു ക്ഷേത്രത്തിൽ ഒരാൾ വന്നാൽ പോലും ഇരുത്താൻ പറ്റുന്ന ഹാളുകളൊന്നുമില്ല. അതുകൊണ്ട് താലൂക്ക് ഉപരി പ്രവർത്തകരുടെ പ്രതിനിധി സമ്മേളനമാണ് പ്രിയദർശിനി ഹാളിൽ നടക്കുന്നത്. പക്ഷേ സംസ്ഥാന സമ്മേളനത്തിൽ എല്ലാവർക്കും വരാനായിട്ട്, ആര് വന്നാലും, സനാതനധർമ്മ വിശ്വാസികൾ ആര് വന്നാലും, ഹിന്ദുത്വ അഭിമാനികൾ ആര് വന്നാലും അവരെ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു ശോഭയാത്ര, മഹാശോഭയാത്ര നമ്മൾ നടത്തുന്നുണ്ട്. അത് 25-ാം തീയതി വൈകുന്നേരം 4 മണിക്ക് പാളയം ഗണപതി ക്ഷേത്രത്തിന്റെ സന്നിധിയിൽ നിന്നും ആരംഭിച്ച് പഴവങ്ങാടി ഗണപതി ക്ഷേത്രത്തിലേക്കാണ് സമാപിക്കുന്നത്. ഗണപതി മിത്തല്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടുള്ള പ്രഖ്യാപനമൊക്കെ നമ്മൾ നടത്തിയുള്ള പ്രതിഷേധങ്ങൾ നമ്മൾ നടത്തി. അതിന്റെ വിജയം കണ്ടു. അതുപോലെയുള്ള വലിയൊരു മഹാശോഭയാത്ര അത് പാളയം ഗണപതി ക്ഷേത്രത്തിൽ നിന്ന് നടക്കുന്ന സമയത്ത് ഈ തിരുവനന്തപുരം ജില്ലയിലെ, നമുക്കിപ്പോ കേരളം മുഴുവൻ ഇവിടെ ഇരിക്കുന്ന പ്രവർത്തകർക്ക് ചെയ്യാൻ സാധ്യമാണ്. ഈ തിരുവനന്തപുരം റവന്യൂ ജില്ലയിലെ ജില്ലാ അധ്യക്ഷൻ പറഞ്ഞ പോലെ ജില്ലയിലാണ് അത് നടത്തുന്നത്. മഹാനഗരത്തിനകത്ത് പ്രിയദർശിനി നടക്കുമ്പോൾ നമ്മൾ ഈ 3 ജില്ലകൾ, ഗ്രാമജില്ലയും ആറ്റിങ്ങൽ ജില്ലയും ഈ റവന്യൂ ജില്ല ഒരൊറ്റ ജില്ലയാണ്. അതിന് ആറ്റിങ്ങൽ നടന്നാൽ നമ്മൾ ഒറ്റ ജില്ലയാണ്, ഗ്രാമജില്ലയിൽ നടന്നാൽ നമ്മുടെ ജില്ലയാണ്, തിരുവനന്തപുരം എന്നുള്ള രീതിയിലാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം. അപ്പൊ നമ്മുടെ ഈ തിരുവനന്തപുരം റവന്യൂ ജില്ലയിൽ, അതായത് മേഖലയിലുള്ള മുഴുവൻ ക്ഷേത്രങ്ങളും ഒരു ആൽത്തറയിൽ ഇരിക്കുന്ന ചെറിയ, നമുക്കറിയാം, ഒരു ചാണകം ഉരുട്ടി ഗണപതി സങ്കല്പവും ഒരു കിണ്ടിയില് ഗംഗാനദി സങ്കല്പമുള്ള നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ചെറിയ വിഗ്രഹം ആൽമുട്ടിലിരുന്നാൽ, അല്ലെങ്കിൽ ആലിനെ തന്നെ പ്രദക്ഷിണം വെച്ചുകൊണ്ട്, ആലിനെ തന്നെ തൊഴുതുകൊണ്ട് പലയിടത്തും ഭജന സംഘങ്ങളായിട്ട് നാമം ജപിച്ചുകൊണ്ട് പോലും സംഘടിക്കുന്ന ഈ കാലഘട്ടത്തിൽ, ക്ഷേത്രമായിട്ട് മാറുന്ന ഈ കാലഘട്ടത്തിൽ മുഴുവൻ ചെറുതും വലുതുമായിട്ടുള്ള മുഴുവൻ ക്ഷേത്രങ്ങളിലും നമ്മുടെ ഈ ക്ഷണക്കത്ത് കൊണ്ടുപോയി എത്തിക്കാനും അവരെ ക്ഷണിക്കുവാനും നമുക്ക് സാധിക്കണം. അതാണ് സംസ്ഥാന സമ്മേളനത്തിന്റെ ആദ്യഘട്ട വർക്ക് എന്ന് പറയുന്നത്. അത് കൈ കിട്ടി കഴിഞ്ഞാൽ ഏപ്രിൽ ആദ്യത്തെ ഒരാഴ്ചയ്ക്ക് മുന്നേ തന്നെ നമുക്കിത് കൊടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഇനി നമുക്കറിയാം, ഫെബ്രുവരി മാസം തന്നെ നമ്മുടെ സ്വാഗത സംഘം എടുത്തതുകൊണ്ട് തന്നെ സംസ്ഥാന സമ്മേളനം ആരംഭിച്ചു വരും. ഇപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഏപ്രിൽ മാസം ആദ്യത്തെ ആഴ്ച മുതൽ ആഴ്ചയിൽ ഒരു സെമിനാർ തിരുവനന്തപുരത്തുള്ള പ്രസ് ക്ലബിൽ വെച്ച് ഓരോ വിഷയങ്ങളിലുള്ള സെമിനാർ തിരുവനന്തപുരത്ത് വെച്ച് നടക്കുകയാണ്. അപ്പൊ സെമിനാറിൽ സാധിക്കുന്ന ആൾക്കാർക്ക് പങ്കെടുക്കാം. സെമിനാർ ഉയർത്തിവിടുന്ന വിഷയം പ്രധാനപ്പെട്ട വിഷയമാണ്. ക്ഷേത്രം സാമൂഹ്യ കേന്ദ്രമാണെന്നുള്ളത്, അതുപോലെ നമ്മുടെ ക്ഷേത്രവും വിശ്വാസവും ശാസ്ത്രീയതയും തമ്മിലുള്ള ആ ബന്ധം എല്ലാം നമ്മൾ ഉയർത്തി കാണിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. 10 വിഷയങ്ങളാണ് നമ്മുടെ ഭക്ഷ്യ സംസ്കാരം, ക്ഷേത്ര കേന്ദ്രമായ ഭക്ഷ്യ സംസ്കാരം വരെ നമുക്കുണ്ട്. കാരണം ഇതെല്ലാം അന്യാധീനപ്പെട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതെല്ലാം തിരികെ വലുത് മാതൃശക്തി സമ്മേളനമായിട്ട്, ക്ഷേത്ര സമന്വയ സമ്മേളനമായിട്ടും ഒക്കെ നടത്തുക. ഇപ്പൊ നമ്മുടെ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുള്ള സമ്പർക്കം നടത്തുന്ന സമയത്ത് എല്ലാ ക്ഷേത്രങ്ങളുടെയും അംഗങ്ങളുടെയും ഇപ്പൊ ഇതുപോലെ മെമ്പർഷിപ്പ് എടുത്ത് പ്രവർത്തിക്കാൻ നമുക്ക് സാധ്യമല്ല. പക്ഷെ ക്ഷേത്ര സമന്വയ സമ്മേളനങ്ങൾ നമ്മൾ നടത്തണം. കിളിമാനൂർ താലൂക്കിൽ, നമ്മുടെ ആറ്റിങ്ങൽ ജില്ലയിൽ പല താലൂക്ക് അടിസ്ഥാനത്തിൽ, ഇവിടെ ഒരു താലൂക്കിൽ തന്നെ 100-ലധികം ക്ഷേത്രങ്ങൾ എന്തായാലും കാണും. ഒരു പഞ്ചായത്തിൽ തന്നെ 50-ലധികം ക്ഷേത്രങ്ങളാണ്. ഇവരുടെയൊക്കെ ഒരുമിച്ച് ഏറ്റവും പെട്ടെന്ന് വിളിച്ചുകൂട്ടാൻ പറ്റുന്ന ക്ഷേത്രത്തിലെ ഭാരവാഹികളും, ഭരണസമിതി, കാര്യനിർവഹണ സമിതി, ക്ഷേത്ര ജീവനക്കാർ, ക്ഷേത്രത്തിലെ തിരുമേനി, തന്ത്രിമാര്, ഇവരെല്ലാവരെയും വിളിച്ചുകൂട്ടാനുള്ള ഉത്തരവാദിത്വം നമുക്കാണ്. ആ പ്രവർത്തനം നമ്മൾ ക്ഷേത്ര സമന്വയം നടത്തിക്കൊണ്ട് നടത്തേണ്ടതായിട്ടുണ്ട്. അത് ഒരു സെമിനാറിൽ ഒരു വിഷയം ക്ഷേത്ര സമന്വയമാണ്. അങ്ങനെ ഏപ്രിൽ ആദ്യം തൊട്ട് തുടങ്ങുന്ന സമ്മേളനത്തിന്റെ സെമിനാറുകൾ നമ്മുടെ 23-ന് മുന്നേ അവസാനിപ്പിക്കുന്നതിൽ 10 സെമിനാറുകൾ നടത്തുകയാണ്. ഇതുകൂടാതെ ആറ്റിങ്ങൽ ജില്ലയിൽ നിന്നും നമ്മുടെ കൊടി പതാകയുമായിട്ട്, നമ്മുടെ ധർമ്മ പതാകയുമായിട്ട്, ആറ്റിങ്ങൽ ജില്ലയിൽ നിന്ന് ഒരു രഥം അത് നമ്മുടെ തിരുവനന്തപുരത്തേക്ക് വരണം. അതുപോലെ കൊടിമരവുമായിട്ട് ഗ്രാമജില്ലക്കാര് അവിടെ കൊടിമരവുമായിട്ട് ഒരു രഥം വരും. ശ്രീ പത്മനാഭസ്വാമിയുടെ കോട്ടയും അതുപോലെ തന്നെ നമ്മുടെ ധർമാചാര്യന്മാരുടെ കോട്ടയുമായിട്ട് ഒരു യാത്ര
നമ്മുടെ മഹാനഗരത്തിൽ അങ്ങനെ 3 യാത്രകളുടെ സംഗമമായിട്ട് അത് ഒരു സ്ഥലത്ത് എത്തിച്ചേർന്നതിന് ശേഷം പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ സന്നിധിയിൽ അവസാനിക്കുന്ന രീതിയിൽ ഒരു രഥയാത്ര നമ്മൾ അതും പ്ലാൻ ചെയ്തിട്ടുണ്ട്. അത് മെയ് മാസമായിരിക്കും ആ പരിപാടി നിശ്ചയിക്കപ്പെടുന്നത്. അത് നിങ്ങളുടെ എല്ലാവരുടെയും കൂടിയാലോചനയുടെയും പ്രവർത്തനത്തിന്റെയും ഫലമായിട്ടാണ്. കാരണം ഇതെല്ലാം സംസ്ഥാന നിർദ്ദേശം അതുപോലെ സൂചിപ്പിക്കുകയാണ്. ഇത് ഒരേ ദിവസം നടത്തേണ്ടതാണ്. ഒരു രഥയാത്ര 3 സ്ഥലത്ത് നിന്ന് ആരംഭിക്കണമെന്ന് പറയുമ്പോൾ ഇത് നമ്മൾ സംഘടനാ ശേഷിയുള്ളവരാണ് ഇവിടെ ഇരിക്കുന്നത്. നമുക്ക് ഈസി ആയിട്ട് നടത്താൻ പറ്റുന്ന കാര്യങ്ങൾ ഇവിടെ അത് നടത്തിയിട്ടുള്ളവരാണ്. അപ്പൊ അങ്ങനെ ഒരു രഥയാത്ര നടത്തണം എന്ന് ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. അതുപോലെ പല ഭാഗങ്ങളിലും പ്രഭാഷണങ്ങൾ നടത്തണമെന്ന് തീരുമാനം എടുത്തിട്ടുണ്ട്. അതിന് മുന്നേ തന്നെ നമ്മുടെ പ്രചരണത്തിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോ പൗർണമിക്കാവില് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഒരു ദിവസം മാത്രമാണ് ക്ഷേത്ര നട തുറക്കുന്നത്. പൗർണമിക്കാവ് ക്ഷേത്ര നട തുറക്കുന്നത് മാസത്തിൽ പൗർണമി ദിനത്തിൽ മാത്രമാണ്. ഈ വരാൻ പോകുന്ന പൗർണമിക്ക് 3 മണിക്ക് ഒരു സാംസ്കാരിക സമ്മേളനം, സനാതന ധർമ്മം എന്ന വിഷയത്തിൽ ഒരു സാംസ്കാരിക സമ്മേളനം നടത്തുക. ISROയുടെ തലവനായ ISROയുടെ ചെയർമാനായിട്ടുള്ള ശ്രീ സോമനാഥ് സാർ നമ്മുടെ ചന്ദ്രനിലെ ദക്ഷിണ ധ്രുവത്തിൽ ഉപഗ്രഹം വിക്ഷേപണം നടന്നതിന് ശേഷം അവിടെ നമുക്കറിയാം, അവിടുത്തെ ഒരു പോയിന്റിന്റെ പേര് ശിവശക്തി എന്നാണ്. അവിടെ ഇട്ട പോയിന്റിന്റെ പേര് ശിവശക്തി എന്നാണ്. ആ സ്ഥലത്തെ അതവിടെ ചന്ദ്രനിൽ അടയാളപ്പെടുത്തിക്കണം. അത് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം വന്നൊരു പ്രധാന ക്ഷേത്രമാണ് പൗർണമിക്കാവ്. ആ പൗർണമിക്കാവ് ഒരു ദിവസമാണെങ്കിൽ പോലും പ്രമുഖരായ വ്യക്തിത്വങ്ങളെ അതൊരു വളരെ വലിയ ആ ക്ഷേത്രശക്തി പുറമെ അറിയിച്ചിട്ടുള്ള വലിയ ആസൂത്രണത്തിന്റെയും വ്യവസ്ഥയുടെയും ഒരു പ്രായോഗിക തലമാണ് അവിടെ വിജയിച്ചുകൊണ്ടിരിക്കുന്നത്. ആ സ്ഥലത്ത് വെച്ച് നമ്മുടെ ഒരു പ്രഭാഷണം നടത്തുന്നുണ്ട്. അത് അടുത്ത മാസം 12-ാം തീയതിയാണ്. അതുപോലെ കിളിമാനൂര് ഒരു പ്രഭാഷണം നടക്കണം. അതുപോലെ തന്നെ നെയ്യാറ്റിങ്കര, കിളിമാനൂർ അല്ലെങ്കിൽ ആറ്റിങ്ങൽ എവിടെയെങ്കിലും കേന്ദ്രീകരിച്ച് ആറ്റിങ്ങൽ ജില്ലയിൽ ഒരു പ്രഭാഷണം നടക്കണം. അതുപോലെ ഗ്രാമജില്ലയിൽ ഇതുപോലെ പരിപാടി. ഇങ്ങനെ പ്രഭാഷണങ്ങൾ ജില്ലയുടെ റവന്യൂ ജില്ലയിലെ 3-4 സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ച് സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായിട്ട് പ്രഭാഷണങ്ങൾ ഏപ്രിൽ മാസങ്ങളിൽ പ്രഭാഷണം നടക്കേണ്ടത്. അതുപോലെ നമ്മുടെ വിശ്വസംക്രമതി നടക്കുമ്പോഴൊക്കെ നമ്മൾ വിശ്വസംക്രമതി പരിപാടിയോടൊപ്പം തന്നെ സംസ്ഥാന സമ്മേളനം അവിടെ സൂചിപ്പിക്കണം. വിശ്വസംക്രമതി നമ്മുടെ പ്രവർത്തകർ ചെയ്യുന്നതാണ്, അതിലൊരു കുറവും വരാൻ പാടില്ല. ഒപ്പം തന്നെ ഈ സമൂഹത്തിൽ ഹൈന്ദവ ശക്തിയുണ്ട്. ഇവിടെ ഹൈന്ദവ ക്ഷേത്ര കേന്ദ്രമായ നേതൃത്വം ആരാണെന്ന് ചോദിച്ചാൽ ക്ഷേത്ര സംരക്ഷണ സമിതിയാണെന്ന് നമുക്ക് പ്രഖ്യാപിക്കാനും പറയാനും ആത്മാഭിമാനത്തോടെ പറയാനും അത് അവർ ഉൾക്കൊള്ളുന്നുള്ള കാര്യം സംശയമില്ല. അതൊക്കെ സാധിക്കണം. അങ്ങനെയുള്ള അഭിമാനികളായിട്ടുള്ള സനാതന ധർമ്മ വിശ്വാസികൾ അവർ ഈ സനാതന ധർമ്മം നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നു, ക്ഷേത്ര സംരക്ഷണം ആഗ്രഹിക്കുന്നു. അവരോട് നമ്മൾ ഈ സംസ്ഥാന സമ്മേളനത്തിന് വേണ്ടിയിട്ടുള്ള സാമ്പത്തികമായ സഹായവും ആവശ്യപ്പെടണം. അപ്പോ ആൾക്കാരുമായിട്ട് വരുന്നതും സാമ്പത്തികമായ സഹായവും എല്ലാം കൊണ്ട് നമുക്ക് വലിയൊരു സമ്മേളനം നടത്താൻ സാധിക്കും. 25 ലക്ഷം രൂപയുടെ ബഡ്ജറ്റാണ് ലക്ഷ്യമാണ് നമ്മൾ വച്ചിരിക്കുന്നത് ഈ സംസ്ഥാന സമ്മേളനത്തിന്റെ മുഴുവൻ ചെലവ്. കാരണം നമ്മുടെ ഈ മഹാനഗരത്തിൽ സമ്മേളനം നടക്കുമ്പോൾ അതിന് ചുറ്റും ഇന്ന് പത്മനാഭസ്വാമി ക്ഷേത്രം ഒരു ദേശീയ തീർത്ഥാടന കേന്ദ്രമാണ് എന്നുള്ളതുകൊണ്ട് തന്നെ അവിടെയൊക്കെ താമസിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് വലിയ തുകയാണ് ചെലവ് വരുന്നത്. അവിടുത്തെ അത്തരത്തിലുള്ള റൂമുകൾ ഹോട്ടലൊക്കെ എടുക്കുന്ന സമയത്ത്. അപ്പൊ അതിന് നമ്മൾ സ്വാഭാവികമായിട്ട് 2 ദിവസം അവരുടെ താമസ കാര്യങ്ങൾ നോക്കണം. അവരുടെ മുഴുവൻ പേർക്കും അവിടെ തങ്ങി മുഴുവൻ പേര് ആയിരക്കണക്കിന് പേരുടെ ഭക്ഷണ കാര്യങ്ങൾ നോക്കണം. നമ്മുടെ ജില്ലയിൽ അതിഥികളായി വരുന്ന നമ്മുടെ സഹപ്രവർത്തകർക്ക് യാതൊരു കുറവും വരാതെ നോക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട്. അതിനനുസരിച്ചുള്ള പ്രവർത്തനം നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ സാധിക്കണം. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മുടെ സമ്പർക്കം ചെയ്തു നമ്മുടെ ഗവർണർ. കഴിഞ്ഞ ദിവസം നമ്മുടെ ഗവർണറെ സമ്പർക്കം ചെയ്തു. നമ്മുടെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ ബ്രഹ്മശ്രീ മുല്ലപ്പള്ളി കൃഷ്ണൻ നമ്പൂരി അദ്ദേഹം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ ചെയർമാൻ മുൻ DGP ആണ്. നമുക്കറിയാം മാതൃകാപരമായിട്ട് കാര്യങ്ങൾ വീക്ഷിച്ചിട്ടുള്ള DGP ഡോക്ടർ TP സെൻകുമാർ IPS അവർകളാണ് നമ്മുടെ ചെയർമാൻ. അദ്ദേഹം ഉണ്ടായിരുന്നു. ജനറൽ കൺവീനർ ജനം ടിവിയുടെ ചീഫ് എഡിറ്റർ ആയിരുന്ന ഇപ്പോ ജനം ടിവിയുടെ മാനേജിംഗ് അഡ്വൈസർ ആയിട്ടുള്ള GK സുരേഷ് ബാബു അവർകളാണ്. അങ്ങനെ നമ്മളൊരു 4 പേര് ഗവർണറെ കണ്ടു. അദ്ദേഹം നമ്മുടെ സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ വരാം എന്ന് ഏറ്റിട്ടുണ്ട്. കൊട്ടാരവുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ പ്രവർത്തകർ കൊട്ടാരത്തിൽ നേരിട്ട് ബന്ധപ്പെടുന്ന പ്രവർത്തനം ഉടൻ തന്നെ ഉണ്ടാകും. അതുപോലെ ദേശീയ നേതാക്കൾ പങ്കെടുക്കുന്നു. നമുക്കറിയാം ഇപ്പോൾ മഹാമണ്ഡലേശ്വർ ഇവിടെ വന്നിട്ട് പോയി. ആ മഹാമണ്ഡലേശ്വർ നമ്മുടെ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നു. അങ്ങനെ ദേശീയ നേതാക്കളും സന്യാസി വര്യന്മാരും ഗവർണറും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അദ്ദേഹം പങ്കെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിശ്രമം നടക്കുന്നുണ്ട്. അങ്ങനെയുള്ള എല്ലാവരെയും നമ്മുടെ ഈ പരിപാടിയുടെ വിജയത്തിന് വേണ്ടിയിട്ടുള്ള വലിയൊരു പരിശ്രമം നമ്മൾ നടത്തുമ്പോൾ നമ്മൾ ഓരോരുത്തരും നേരത്തെ പറഞ്ഞ ജില്ല മുഴുവൻ വ്യാപിച്ച് പ്രവർത്തിക്കുന്നതോടൊപ്പം തന്നെ നമുക്ക് ഏറ്റവും നമ്മൾ നിൽക്കുന്ന, നമ്മൾ കേന്ദ്രീകരിക്കുന്ന, നമ്മൾ താമസിക്കുന്ന പഞ്ചായത്തിലെ മുഴുവൻ സംവിധാനങ്ങളെയും മുഴുവൻ പ്രവർത്തകരെയും ഹൈന്ദവ സംഘടനകളെയും
അത് സ്ഥാപനങ്ങളെയും അതുപോലെ തന്നെ ക്ഷേത്രങ്ങളെയും ഒക്കെ കാണാൻ നമുക്ക് സാധിക്കണം. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. നമുക്കറിയാം, നമ്മളെ ഇത്തരത്തിൽ ദ്രോഹിക്കാൻ ശ്രമിക്കുമ്പോൾ ഈ രാജ്ഭവനിലായിരുന്നു മഹാമണ്ഡലേശ്വർ കഴിഞ്ഞ ദിവസം താമസിച്ചത്. അതാണ് സനാതന ധർമ്മത്തിന്റെ ഇന്ന് ഭാരതത്തിൽ കാണുന്ന, ലോകത്ത് കാണുന്ന ശക്തി എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അതിൽ നമുക്ക് സുപ്രധാനമായ പങ്ക് ക്ഷേത്ര സംരക്ഷണ സമിതിക്കുണ്ട്. ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മളെ എല്ലായിടത്തും എല്ലാത്തിന്റെയും പരിഹാരം കണ്ടില്ലെങ്കിൽ പോലും പല വെല്ലുവിളികളും ഏറ്റെടുത്ത് വിജയിച്ചിട്ടുള്ള സംഘടന തന്നെയാണ് എന്ന ആത്മാഭിമാനം നമുക്ക് എല്ലാവർക്കും ഉണ്ടാവണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് പുതിയ കാര്യനിർവഹണ സമിതി ഇനി ഇവിടെ പ്രഖ്യാപിക്കുന്നുണ്ടാവും. പുതിയ കാര്യനിർവഹണ സമിതിയും പഴയ കാര്യനിർവഹണ സമിതിയും എല്ലാം നമ്മൾ ഒന്നാണ്, ഒറ്റക്കെട്ടായിട്ടാണ് പ്രവർത്തിക്കേണ്ടത്. ഇത് സനാതന ധർമ്മത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടിയാണ് എന്ന്, ആ ലക്ഷ്യമാണ് നമ്മുടെ ലക്ഷ്യം എന്ന് മാത്രം ഉൾക്കൊണ്ട് വേണം നമ്മൾ എല്ലാവരും മുന്നോട്ട് പോകാൻ. നമുക്ക് എല്ലാവർക്കും തന്നെ ഈ ഒരു മഹാസമുദ്രത്തിൽ പ്രവർത്തിക്കാൻ അവസരമുണ്ട്. പ്രവർത്തിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് അതിന് ജഗദീശ്വരൻ നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നടത്തുന്നു.